വിട്ട് തിരിച്ചെത്തുമ്പോഴും വിജയകൃഷ്ണൻ ആഹാരം കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അയാൾ ആഹാരത്തിന് മേൽ വിരലുകൾ വെച്ച് അതിലെന്തോ കോറിക്കൊണ്ടിരിക്കുകയാണ്. അയാളുടെ മനസ്സിൽ നിറയെ നവമിയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. ആ കൊച്ചു പെൺകുട്ടി വിശപ്പടങ്ങാതെ ആഹാരത്തിന് മുന്നിൽ നിന്ന് നിറ കണ്ണോടെ എണീറ്റ് പോകേണ്ടി വന്നത് തൻ്റെ ഭാര്യ മുഖേനയാണ്. ആരും ആരോടും ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് സുമംഗല ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അച്ഛാ, കഴിക്കുന്നില്ലേ? ആഹാരം തണുത്തു പോകുന്നതിന് മുമ്പ് കഴിക്കച്ചാ. അനുറാണി വന്ന് അയാളുടെ തൊട്ടരികിൽ നിന്നു. മക്കൾ പോയി കിടന്നോ, അച്ഛൻ കഴിച്ചോളാം, അവളെയും കൂട്ടിക്കൊണ്ടുപോ. അയാൾ ദൂരെ മാറി നിൽക്കുന്ന നവമിയെ ചൂണ്ടി പറഞ്ഞു. അച്ഛൻ കഴിച്ചിട്ട് എഴുന്നേൽക്ക്, എന്നിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. അവൾ അച്ഛന് മുമ്പിലേക്ക് ഒരു ഗ്ലാസ്സിൽ ആവി പറക്കുന്ന കരിങ്ങാലി വെള്ളം പകർന്നു വെച്ചു. താൻ എണീക്കാതെ അനു ഇവിടെ നിന്നും പോയില്ലെന്ന് ഉറപ്പായതോടെ വിജയകൃഷ്ണൻ പ്ലേറ്റിലേക്ക് കൈവിരലുകൾ കുടഞ്ഞിട്ട് എണീക്കാൻ തുടങ്ങി. അച്ഛന് വിശപ്പില്ലേ? ഒന്നും കഴിച്ചില്ലല്ലോ. അനു അയാളുടെ മുഖത്തേക്ക് നോക്കി. അച്ഛൻ്റെ വിശപ്പെല്ലാം കെട്ടുപോയി മോളെ. കുറച്ചു മുമ്പേ അച്ഛൻ എണീറ്റു. ഇനി മോൾ പോയി കിടന്നോ. അയാൾ മുമ്പോട്ട് നടക്കാൻ തുടങ്ങുമ്പോൾ അനുറാണി അയാൾക്ക് മുൻപിലേക്ക് കയറി നിന്നു. അച്ഛൻ ഇന്നിനി ഈ രാത്രി അമ്മയുടെ അടുത്തേക്ക് പോവല്ലേ അച്ഛാ? പോയാലും ഇപ്പോൾ ഇവിടെ നടന്നതിനെക്കുറിച്ച് ഒറ്റ അക്ഷരം സംസാരിക്കില്ലേ? അവൾ അപേക്ഷിക്കും മട്ടിൽ അയാളോട് പറഞ്ഞു. അവൾക്ക് വിജയകൃഷ്ണന്റെ മുഖത്തെ ദൃഢത കാണെ ഒരു സംശയമുണ്ടായി തുടങ്ങിയിരുന്നു. അമ്മയെ ചെന്ന് അച്ഛൻ ചോദ്യം ചെയ്താൽ അമ്മയും വിട്ടുകൊടുക്കില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. അച്ഛനും അമ്മയും ഒരു നിസ്സാര കാര്യത്തിനാണെങ്കിൽ കൂടി തൻ്റെ മുൻപിൽ നിന്ന് ഒച്ചയുയർത്തി സംസാരിക്കുന്നതിനെക്കുറിച്ച് ഓർക്കാൻ തന്നെ അവൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. മകളുടെ മുഖത്തേക്ക് നോക്കവേ സുമംഗലയ്ക്കെതിരെ വിജയകൃഷ്ണൻ മനസ്സിൽ ഉരുണ്ടുകൂടിയിരുന്ന പ്രതിഷേധത്തിൻ്റെ മഞ്ഞൊരുകി തുടങ്ങിയിരുന്നു. അയാൾ ഇടത് കൈകൊണ്ട് മകളെ ചേർത്ത് പിടിച്ച് അവളുടെ തൂവള്ള നെറ്റിയിൽ ഒരു ഉമ്മ നൽകി. അവിടെ നിൽക്ക്, അച്ഛൻ കൈ കഴുകിയിട്ട് വരട്ടെ. അവൾ ഒന്നും കഴിച്ചില്ലല്ലോ മോളെ. ഫ്രിഡ്ജിൽ നിന്ന് ഫ്രൂട്ട്സ് എന്തെങ്കിലും എടുത്ത് അവൾക്ക് കൊടുക്ക്, അല്ലെങ്കിൽ അതെടുത്ത് റൂമിലേക്ക് കൊണ്ടുപോ. അവിടെ ഇരുന്ന് അവൾ കഴിച്ചോളും. അയാൾ അനുവിനെ വിട്ടിട്ട് പോയി കൈ കഴുകി ടവലിൽ തുടച്ചിട്ട് തിരിച്ചെത്തുമ്പോൾ ജഗദമ്മ ഡൈനിങ് ടേബിളിന് മേൽ ക്ലീൻ ചെയ്തു തുടങ്ങിയിരുന്നു. ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം അവർക്കും പോയി എവിടെയെങ്കിലും ഒന്ന് നടുനിവർക്കാൻ. വിജയകൃഷ്ണനും അവർക്കൊപ്പം മുകൾ നിലയിലേക്ക് ചെന്നു. അച്ഛനും ഇന്ന് എനിക്കൊപ്പമാണോ അച്ഛാ? അവൾ സന്തോഷത്തോടെ അയാളുടെ കൈ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ചെറുപ്പം മുതലേ അനുവിന് അമ്മയേക്കാൾ ഏറ്റവും ഇഷ്ടം അച്ഛനെയായിരുന്നു. അച്ഛൻ പറയുന്നത് മാത്രമേ അവൾ അനുസരിക്കുകയുള്ളൂ. അച്ഛൻ വാരിക്കൊടുത്താൽ മാത്രമേ ആഹാരം കഴിക്കുകയുള്ളൂ. അച്ഛൻ്റെ നെഞ്ചോരം പറ്റിച്ചേർന്നേ അവൾ ഉറങ്ങുകയുള്ളൂ. അവളെ സ്കൂളിൽ എത്തിക്കേണ്ടതും അവൾക്കുള്ള പോക്കറ്റ് മണി നൽകേണ്ടതും അച്ഛൻ്റെ ജോലിയായിരുന്നു. അതൊക്കെ കാണുമ്പോൾ സുമംഗലയ്ക്ക് ലേശം പ്രതിഷേധവും തോന്നാതിരുന്നില്ല. എന്നാൽ കാലക്രമേണ അച്ഛൻ്റെ തിരക്ക് മൂലവും അമ്മയുടെ പിടിവാശി കാരണവും ആ സന്തോഷങ്ങൾ ഒന്നൊന്നായി അകന്നകന്ന് പോയിക്കൊണ്ടിരുന്നു. അതിൽ ചിലതെങ്കിലും ഒറ്റയടിക്ക് തിരിച്ചു കിട്ടിയ സന്തോഷമാണ് അവളിൽ കാണാൻ കഴിയുന്നത്. വിജയകൃഷ്ണൻ നവമിക്കായി ഒരുക്കിയിരുന്ന റൂം എങ്ങനെയുണ്ടെന്നറിയാനാണ് അവർക്കൊപ്പം കയറി വന്നത്. തൻ്റെ മക്കൾ അനുഭവിക്കുന്ന എല്ലാ സൗകര്യവും ഇവിടെയും ഉണ്ടോ എന്ന് അയാൾക്ക് കണ്ടറിയണം. വൃത്തിയും വെടിപ്പുമുള്ള റൂമാണോ, അതോ അത് മുഴുവൻ മാറാല പിടിച്ചും തൂക്കാതെയും വാരാതെയും ഇട്ടിരിക്കുന്നതാണോ എന്നും അയാൾക്ക് നേരിട്ട് കാണണം. താൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ആ പെൺകുട്ടി തൻ്റെ സംരക്ഷണ കീഴിൽ സുരക്ഷിതയാണെന്നറിഞ്ഞാൽ മാത്രമേ അയാളുടെ മനസ്സ് ശാന്തമാവുകയുള്ളൂ. വിജയകൃഷ്ണന് നവമിക്ക് വേണ്ടി അനു ഒരുക്കി കൊടുത്തിരിക്കുന്ന റൂം കണ്ട് മനസ്സ് നിറഞ്ഞു. നീയും ഇന്ന് ഇവിടാണോ മോളെ കിടക്കുന്നത്? അയാൾ ചോദിച്ചു. ചേച്ചി ഒറ്റയ്ക്ക് കിടന്ന നമ്മളെല്ലാം ചേർന്ന് ചേച്ചിയെ തനിച്ചാക്കിയ പോലെ തോന്നില്ലേ അച്ഛാ? അനു വന്ന് നവമിയുടെ മുഖത്തേക്ക് പാറി വീണ് കിടന്ന മുടിയിഴകൾ ഒതുക്കി വെച്ചു. വിജയകൃഷ്ണൻ നിറഞ്ഞ മനസ്സോടെ താഴേക്ക് ഇറങ്ങിപ്പോന്നു. സുമംഗല തൻ്റെ ടിഫിൻ ബോക്സ് എടുത്തുകൊണ്ടുവന്ന് ജഗദമ്മയെ ഏൽപ്പിച്ചിട്ട് അതിൽ ആഹാരം എടുത്തു വയ്ക്കാൻ നിർദ്ദേശിച്ചു. അവർ ജോലിക്ക് പോകാനായി തയ്യാറായ നിലയിലാണ് ഡ്രസ്സ് ചെയ്തു വന്നു നിന്നത്. പ്രവീണയും സന്ദീപും ഉച്ചയ്ക്ക് കോളേജ് ക്യാൻറ്റീനിൽ നിന്ന് എന്തെങ്കിലും ആഹാരം കഴിക്കുകയാണ് പതിവ്. അനുറാണിയാകട്ടെ ചില ദിവസങ്ങളിൽ മാത്രം ചോറ് കൊണ്ടുപോകും. അവൾക്ക് സ്കൂളിൽ മറ്റുള്ള കൂട്ടുകാരികളുടെ കയ്യിൽ നിന്ന് ഓരോ ഉരുള ചോറ് വാങ്ങിച്ച് തിന്നുന്നതാണ് സന്തോഷം. വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുപോകുന്ന ദിവസങ്ങളിൽ പോലും അതവൾ മറ്റാർക്കെങ്കിലും കൊടുത്തിട്ട് കൂട്ടുകാരുടെ പാത്രത്തിൽ കൈയിട്ട് വാരാറാണ് പതിവ്. എല്ലാവരും വന്ന് ആഹാരം കഴിച്ചിട്ട് പോയോ ജഗദമ്മേ? സുമംഗല തിരക്കി. ആ കൊച്ചു മാത്രം വന്നില്ലേ ചേച്ചി? കൊച്ചോ? ഏത് കൊച്ച്? ഈ വീട്ടിൽ ആർക്കാടി കൊച്ചുള്ളത്? സുമംഗലയ്ക്ക് ദേഷ്യം വന്നു. വിജയകൃഷ്ണൻ സാർ കൊണ്ടുവന്ന ആ പെൺകുട്ടിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവൾക്ക് വിശപ്പ് കാണില്ല. നീ അവളെ എഴുന്നള്ളിച്ച് ആനയിക്കാനൊന്നും പോകണ്ട. പറഞ്ഞത് കേട്ടല്ലോ. വേണമെന്നുള്ളവർ ഇവിടെ വന്ന് കഴിച്ചോളും.
അല്ലെങ്കിൽ ഞാൻ പോയാലുടൻ ഒരു പാത്രത്തിൽ കോരിയിട്ട് പള്ളിയറയിൽ എത്തിച്ചോണം. അങ്ങനെ എന്തെങ്കിലും അവൾക്ക് തിന്നാനോ കുടിക്കാനോ നീ അവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ അറിയാൻ ഇടയായാൽ, ജഗദമ്മയെ നിനക്കറിയാമല്ലോ സുമംഗലെ, പറഞ്ഞില്ലെന്ന് വേണ്ട. നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന ഒരു പെങ്കൊച്ച് നമ്മളെല്ലാം നിറവേറോടെ ഇരിക്കുമ്പോൾ അവൾ മാത്രം പട്ടിണിയിരിക്കുന്നത് ദോഷമല്ലേ ചേച്ചി? എന്ത് ദോഷം? അവൾക്ക് ഈ വീട്ടിൽ നിന്ന് ആഹാരം കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. വിശപ്പുള്ളവർ റൂമിനുള്ളിൽ അടയിരിക്കാതെ ഇറങ്ങി താഴെ വന്ന് വല്ലതും വാങ്ങി തിന്നോണം എന്നല്ലേ ഞാൻ പറഞ്ഞത്? അതും വേണമെങ്കിൽ മാത്രം. അവർ ജഗദമ്മ തുടച്ച് വൃത്തിയാക്കി കൊടുത്ത ടിഫിൻ ബോക്സ് കയ്യിൽ വാങ്ങിയ ശേഷം മുൻപോട്ട് നടക്കാൻ തുടങ്ങിയിട്ട് തിരിഞ്ഞു നിന്നു. നിനക്കിവിടെ ജോലി കൂടുതലാണെന്നല്ലേ ജഗദമ്മ നീ പറഞ്ഞത്? സുമംഗല തിരക്കി. ഞാൻ അങ്ങനെ ചേച്ചിയോട് പറഞ്ഞോ? ഇല്ല, ജഗദമ്മ പറഞ്ഞു. പറഞ്ഞടി, നീ ഒന്നുകൂടി ഓർത്തു നോക്ക്. മുറ്റമടിച്ച് കഴിയുമ്പോൾ തന്നെ നിനക്ക് നടുവേദന തുടങ്ങുമെന്ന് പറഞ്ഞില്ലായിരുന്നോ നീ? അത് കുറച്ചു നേരം കുനിഞ്ഞു നിൽക്കുന്നതിൻ്റെതാ. അതെനിക്ക് ചെറുപ്പം മുതലേ ഉള്ള ശീലമ ചേച്ചി. ഇപ്പോൾ അതൊക്കെ മാറി. എന്നാലും സൂക്ഷിക്കണം ജഗദമ്മേ. നിനക്ക് ജോലി ഒരുപാടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവളെ കൂടി വിളിച്ചിറക്കി കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്ക്. അവളിവിടെ ഒരു മൂലയ്ക്ക് വെറുതെ ഇരിപ്പല്ലേ. ആരുടെ കാര്യമാ ചേച്ചി പറഞ്ഞത്? നവമി കൊച്ചിൻ്റെ ആണോ? അതൊരു പാവമല്ലേ ചേച്ചി? പിന്നെ പാവം. ഇങ്ങനെ പാവമായി നടിച്ച് ഒരു മൂലയ്ക്കിരുന്ന് വലിച്ചു വാരി തിന്നാൻ അവളെ പോയി സമ്പാദിച്ചു കൊണ്ട് വരുന്നൊന്നുമില്ലല്ലോ. അവളല്ലാതെ ആരും ഈ വീട്ടിൽ വെറുതെ ഇരിക്കുന്നില്ല. എല്ലാവരും അവനവനാൽ കഴിയുന്ന ജോലി ചെയ്യുന്നുണ്ട്. അവൾക്കും ചുമ്മാതിരുന്ന് മടിപിടിക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. എന്നാലും എന്ത് ജോലിയാ ചേച്ചി ഞാൻ അതിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്? ഇവിടെ ആണെങ്കിൽ എനിക്ക് ചെയ്യാനുള്ള ജോലിയേ ഉള്ളൂ. എന്ത് ജോലിയാ ചെയ്യിപ്പിക്കാനുള്ളതെന്നോ? ഇതൊരു വീടല്ലേ ജഗദമ്മേ? ഇവിടെ എന്തൊക്കെ ജോലിയാ ഇല്ലാത്തത്? മുറി മുഴുവൻ തൂത്ത് തുളപ്പിച്ച് വൃത്തിയാക്കിക്കാമല്ലോ. അതല്ലെങ്കിൽ മുറ്റമടുപ്പിക്കാം. പിന്നാമ്പുറത്തെ പുല്ലുകൾ പിഴുത് കളയിപ്പിക്കാം. അതുമല്ലെങ്കിൽ തുണികൾ അലക്കാനില്ലേടി, അത് ചെയ്യിപ്പിക്കരുതോ? അതിന് വാഷിംഗ് മെഷീൻ ഇല്ലേ ചേച്ചി? ഞാൻ അതിലിട്ടല്ലേ തുണികൾ അലക്കി ഉണക്കിയെടുക്കുന്നത്. അതിനും ഒരിത്തിരി റെസ്റ്റ് കൊടുക്കടി നീ. ഒന്നുമില്ലെങ്കിൽ കറണ്ട് ചാർജെങ്കിലും ഇത്തിരി കുറച്ചെടുക്കാമല്ലോ. മൂക്കുമുട്ട തിന്നുന്നതിന് അങ്ങനെയെങ്കിലും അവളെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാക്കി താടി നീ എനിക്ക്. എന്നാലും ചേച്ചി, അത് സാറിൻ്റെ മകളാണെന്നല്ലേ പറഞ്ഞത്? എന്തപ്പോൾ? ഒരപ്പോളുമില്ല. നിന്നോട് വിജയേട്ടൻ പറഞ്ഞോടി അത് അദ്ദേഹത്തിൻ്റെ മകളാണെന്ന്? സുമംഗല ദേഷ്യത്തോടെ അവരെ നോക്കി. ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞോ അവൾ വിജയേട്ടൻ്റെ മകളാണെന്ന്? ഇല്ലല്ലോ. അപ്പോൾ നീ ഭാരിച്ച കാര്യമൊന്നും ചിന്തിക്കാൻ നിൽക്കണ്ട. നിനക്ക് നീ പറഞ്ഞ ശമ്പളം തന്ന് ഇവിടെ നിന്നെ ജോലിക്ക് നിർത്തിയിരിക്കുന്നത് ഞാനാ. അപ്പോൾ ഞാൻ പറയുന്നത് അക്ഷരം പ്രതി അനുസരിച്ചോണം നീ. അല്ലാതെ നീ ഇങ്ങോട്ടെന്നെ ചട്ടം പഠിപ്പിക്കാൻ വരണ്ട. കേട്ടല്ലോ? പറഞ്ഞതനുസരിക്കുക. വയറ് നിറച്ച് 4 നേരം തിന്നാൻ കിട്ടണമെങ്കിൽ ഈ വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ പണി ചെയ്യേണ്ടി വരും. അതിനെ ആര് ദത്തെടുത്ത് കൊണ്ട് വന്നവളായാലും ശരി. ഞാൻ പറയാൻ ചേച്ചി അതിനോട്? പറഞ്ഞാൽ മാത്രം പോരാ, വിളിച്ചുകൊണ്ട് വന്ന് കൂടെ നിർത്തി ഒന്നൊന്നായി ജോലികൾ ചെയ്യിക്കുകയും വേണം. സുമംഗല അവർക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് തിരിഞ്ഞു നടക്കാൻ നേരം പ്രവീണ ഫോണുമായി അമ്മയുടെ അടുത്തേക്ക് വന്നു. അമ്മയ്ക്ക് ഫോൺ. ആരാടി? സുമംഗല ഫോണിന് നേർക്ക് കൈ നീട്ടി. പാലായിന്ന അമ്മയോട് സംസാരിക്കണമെന്ന്. നീ രാവിലെ അമ്മയെ വിളിച്ച് ഇവിടുത്തെ വിശേഷമെല്ലാം കേൾപ്പിച്ചു കൊടുത്തോ പ്രവീണെ? അവർ കുറ്റപ്പെടുത്തും മട്ടിൽ മകളെ നോക്കി. പറയുക മാത്രമല്ല, ഏത് നിമിഷവും ഞാൻ അങ്ങോട്ട് വന്നേക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് അമ്മാമ്മയോട്. നിനക്കെന്താ ഇവിടുത്തെ വാസം മടുത്തോ? മടുത്തു. അവളെ ഈ വീട്ടിൽ നിർത്താനാ അച്ഛൻ്റെ തീരുമാനമെങ്കിൽ ഞാനിവിടെ നിൽക്കില്ല അമ്മേ. അമ്മയുടെ തറവാട്ടിലേക്ക് പോകും ഞാൻ. സുമംഗല അതിന് മറുപടി പറയാതെ അവളെ ഒന്ന് നോക്കുക മാത്രം ചെയ്ത ശേഷം മകളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി കാതോട് ചേർത്ത് അമ്മയെന്ന് വിളിച്ചു. സുമേ, ഞാൻ എന്താടി ഈ കേട്ടത്? വീണമോള് പറഞ്ഞതെല്ലാം സത്യമാണോ മോളെ? ശ്രീകുമാരി അമ്മയുടെ സ്വരത്തിലെ പരിഭ്രാന്തി അവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. സുമേ, നിന്നോടാ ചോദിച്ചത്. മോൾ പറഞ്ഞതെല്ലാം നേരാണോ എന്ന്? സുമംഗലം മോളി. അവൻ അവളെ അവിടെ താമസിപ്പിക്കാൻ കൊണ്ടുവന്നപ്പോൾ നിനക്ക് എതിർക്കാൻ വയ്യായിരുന്നോടി? നിന്റെ കൂടെ നിൽക്കാൻ നിന്റെ മക്കളില്ലായിരുന്നോ? എന്തിനാടി നീ വിട്ടുകൊടുത്തത്? വിജയകൃഷ്ണൻ ഇത്രയ്ക്കും നെറുകെട്ടവനായിപ്പോയല്ലോടി. അവൻ എല്ലാവർക്കും വാക്ക് തന്നിരുന്നതല്ലേ ഒരിക്കലും അവളെ നമ്മൾ ആരുടെയും മുൻപിലേക്ക് കൊണ്ടുവരില്ലെന്ന്. എന്നിട്ടവൻ എന്ത് പണിയാടി ഈ കാണിച്ചത്? അവനോളം വളർന്ന 2-3 മക്കൾ അവനുണ്ടെന്ന് പോലും ഓർത്തില്ലല്ലോടി അവൻ. അമ്മ ഇതൊക്കെ എന്നോടാണോ പറയേണ്ടത്? വിജയേട്ടനോടല്ലേ? ഇങ്ങനെ ആയിരുന്നില്ലല്ലോ അമ്മ. എന്നേക്കാൾ ഇഷ്ടം അമ്മയ്ക്ക് വിജയേട്ടനോടായിരുന്നില്ലേ? ഇതുവരെ അങ്ങനെ ആയിരുന്നടി എന്ന് കരുതി എൻ്റെ മോളെയും അവളുടെ മക്കളെയും ഒക്കെ അവൻ വെല്ലുവിളിക്കുന്നത് എനിക്കെങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പറ്റും?
അമ്മയുടെ സ്വരത്തിലെ സങ്കടം സുമംഗലയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു.